തൻ്റെ ജീവിതകാലത്ത് ഒരിണയെ മാത്രം തിരഞ്ഞെടുക്കുന്ന ജീവിവർഗം തൻ്റെ ഇണ മരണപ്പെട്ടാൽ ബാക്കിയുള്ള ജീവിതം ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഭൂമിയിലെ തന്നെ ഏറ്റവും ലോയലായിട്ടുള്ള ജീവിവർഗമാണ് സ്വാൻസ് അഥവാ അരയന്നങ്ങൾ. ഇന്ന് നമുക്ക് അരയന്നങ്ങളെ പറ്റിയുള്ള നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. താറാവുകളും ഗീസുകളും ഒക്കെ ഉൾപ്പെടുന്ന ആൻറ്റിഡേ ഫാമിലിയിൽപ്പെട്ടവരാണ് അരയന്നങ്ങൾ. പലതരത്തിലുള്ള അരയന്ന വിഭാഗങ്ങൾ നമുക്ക് ഈ ലോകത്ത് കാണാനാവും. മ്യൂട്ട് സ്വാൻസ്, ട്രംപ്റ്റർ സ്വാൻസ്, തുന്ദ്ര സ്വാൻസ്, വൂപ്പർ സ്വാൻസ് എന്നിവയെല്ലാം അവയിൽ ചില വിഭാഗങ്ങൾ മാത്രമാണ്. കൃത്യമായ ഒരു വാസസ്ഥലമില്ലാതെ മൈഗ്രേറ്റ് ചെയ്യുന്നവരാണ് അരയന്നങ്ങൾ. ഇതിൽ തന്നെ മ്യൂട്ട് സ്വാൻസ് തണുപ്പ് കാലത്ത് നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു വരുന്നവരാണ്. ദേഹമാസകലം തൂവെള്ള നിറത്തിലോ കഴുത്തുമാത്രം കറുത്ത നിറത്തിലോ ആണ് അരയന്നങ്ങൾ കാണപ്പെടുന്നത്. ഇതിലെ തന്നെ ബ്ലാക്ക് സ്വാൻസ് മാത്രമാണ് ദേഹം മുഴുവൻ കറുത്ത നിറത്തിൽ കാണപ്പെടുന്നത്. വളരെ സ്മൂത്തായിട്ട് വെള്ളത്തിൽ ചെറിയ ഓളങ്ങൾ ഉണ്ടാക്കിയായിരിക്കും അരയന്നങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പണ്ട് കാലം മുതലേ തന്നെ ഒരു എലഗൻസിൻ്റെ സിമ്പലായിട്ടാണ് അരയന്നങ്ങളെ നമ്മൾ കാണുന്നത്. അരയന്നങ്ങളിൽ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവർ ജീവിതകാലത്ത് ഒരിണയെ മാത്രം സ്വീകരിക്കുന്നു എന്നത്. മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാണിത്. തങ്ങൾക്ക് ലഭിക്കുന്ന പങ്കാളിയെ ജീവിതകാലത്തേക്ക് അവർ സ്വീകരിക്കുന്നു. പങ്കാളി മരണപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കി ജീവിതകാലം മുഴുവൻ ഇവർ ഒറ്റയ്ക്ക് തുടരാനാണ് പതിവ്. കുഞ്ഞരയന്നങ്ങൾ ഉണ്ടെങ്കിൽ അവരെ നോക്കുന്നതും ജീവനോടെയുള്ള ആ പങ്കാളിയായിരിക്കും. അരയന്നങ്ങളുടെ ഈ ഒരു പ്രത്യേകത കൊണ്ടാണ് പല ചരിത്ര കൃതികളിലും ഭാഗമാകാൻ അരയന്നങ്ങൾക്ക് സാധിച്ചത്. പണ്ട് മുതലേ തന്നെ സ്നേഹത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് അരയന്നങ്ങൾ അറിയപ്പെടുന്നത്. 2 മീറ്റർ വരെ നീളവും ഏകദേശം 15 കിലോഗ്രാം ഭാരവും അരയന്നങ്ങൾക്കുണ്ട്. വളരെ മികച്ച നീന്തൽക്കാർ കൂടിയാണ് ഈ അരയന്നങ്ങൾ. വളരെയധികം ദൂരം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നീന്തി നീങ്ങാൻ അരയന്നങ്ങൾക്കാവും. വളരെ വൃത്തിയുള്ളവരുമാണ് അരയന്നങ്ങൾ. ചിറകിലെ ഓരോ തൂവലുകളും വെള്ളത്തിൽ ക്ലീനാക്കി നീങ്ങുന്നവരാണ് അരയന്നങ്ങൾ. വളരെ വൃത്തിയുള്ള ജലത്തിൽ മാത്രമേ അരയന്നങ്ങളെ കാണാനാവൂ. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തെ ജലത്തിൻ്റെ ക്വാളിറ്റി അരയന്നങ്ങളുടെ സാന്നിധ്യത്തിനനുസരിച്ച് മനസ്സിലാക്കാനാവും. പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ചില ശബ്ദങ്ങളാണ് ഇവർ ഉപയോഗിക്കാറുള്ളത്. ചെറിയ വിസിൽ ശബ്ദങ്ങളോ അല്ലെങ്കിൽ ട്രംപ്ലെറ്റ് വോയിസോ ഒക്കെ സ്വാൻസ് ഉണ്ടാക്കുന്ന ചില ശബ്ദങ്ങളാണ്. വെള്ളത്തിനടിയിലുള്ള ചെറിയ പ്രാണികളെയും പുല്ലുകളെയും ഒക്കെയാണ് അരയന്നങ്ങൾ ആഹാരമാക്കുന്നത്. വളരെ നീളമുള്ള കഴുത്തായതുകൊണ്ട് തന്നെ വെള്ളത്തിനടിയിലേക്ക് പോയി ആഹാരം തേടാനും ഇവർക്കാവുന്നു. നീന്തലിൽ മാത്രമല്ല, മണിക്കൂറിൽ ഏകദേശം 40 കിലോമീറ്റർ വരെ വേഗതയിൽ പറക്കാനും അരയന്നങ്ങൾക്കാവും. അരയന്നങ്ങൾ ഏകദേശം 10 മുതൽ 12 വർഷങ്ങൾ വരെ ജീവിച്ചിരിക്കാറുണ്ട്. എന്നാൽ കൃത്യമായ പരിചരണം ലഭിക്കുന്ന അരയന്നങ്ങൾ 20 വർഷങ്ങൾ വരെ ജീവിച്ചിരിക്കാറുണ്ട്. ഇത്രയുമൊക്കെ പ്രത്യേകതകൾ ഉണ്ടെങ്കിലും അരയന്നങ്ങൾ മനുഷ്യരോട് വളരെയധികം അക്രമ സ്വഭാവം കാണിക്കുന്നവരാണ്. ഓരോ അരയന്നങ്ങൾക്കും അവരുടേതായ ടെറിറ്ററികൾ ഉണ്ടായിരിക്കും. അവിടേക്ക് മനുഷ്യൻ്റെ ഇടപെടൽ ഉണ്ടായാൽ വളരെ ശക്തമായിട്ട് ആക്രമിക്കുന്നവരാണ് അരയന്നങ്ങൾ. കൃഷിക്കാരുടെ പാടങ്ങളിലേക്ക് കയറി വിളകൾ നശിപ്പിക്കാനും അരയന്നങ്ങൾ ശ്രമിക്കാറുണ്ട്. മുട്ടയിട്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നവരാണ് അരയന്നങ്ങൾ. അമ്മ അരയന്നങ്ങൾ ഒരു സമയം 4 മുതൽ 7 മുട്ടകൾ വരെ ഇടാറുണ്ട്. ഈ മുട്ടകളെ 2 ഇണകളും ചേർന്ന് ഏകദേശം 35 മുതൽ 41 ദിവസങ്ങൾ വരെ ഇൻക്യുബേഷനിൽ വയ്ക്കുന്നു. ജനിച്ചു കുറച്ച് നേരങ്ങൾക്കുള്ളിൽ തന്നെ കുഞ്ഞരയന്നങ്ങൾക്ക് നടക്കാനും നീന്താനും ഒക്കെ സാധിക്കും. വളർന്ന് വലുതാവുന്നതുവരെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ സംരക്ഷണത്തിലുമായിരിക്കും. അരയന്നങ്ങളിലെ നമ്മളെയെല്ലാം അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് അരയന്നങ്ങളും നമ്മൾ മനുഷ്യനിലെ പോലെ പിരിയാറുണ്ട് എന്നത്. ഇത് ഏകദേശം മനുഷ്യരിലെ ഡിവോഴ്സ് പോലെയാണ്. ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങളും റീപ്രൊഡക്ഷൻ ഫെയിലിയേഴ്സും ഒക്കെ ഉണ്ടായാൽ മാത്രമാണ് ഇവർ പിരിയാൻ തീരുമാനിക്കുന്നത്. അതും ഇവരിൽ മനുഷ്യനിലെ പോലെ തന്നെ വിഷാദവും ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ മനുഷ്യൻ്റെ വികാരങ്ങളോട് വളരെയധികം ചേർത്ത് വയ്ക്കാവുന്നവയാണ് അരയന്നങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചരിത്രത്തിലും അരയന്നങ്ങൾക്ക് ഇത്രയും സ്ഥാനം. എന്താണ് അരയന്നങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മറ്റുള്ള വീഡിയോസും കൂടി ചെക്ക് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.